ഹായ് ഓൾ. നിങ്ങൾ പൊതുവെ കേട്ടിട്ടുണ്ടായിരിക്കും ആൾക്കാർ പറയുന്നത് കൗൺസിലിംഗ് ഭ്രാന്തന്മാർക്കുള്ളതാണ്. അല്ലെങ്കിൽ ആരോടെങ്കിലും കൗൺസിലിങ്ങിന് പോകാൻ പറയുമ്പോൾ അവരുടനെ പറയുന്നത് എനിക്ക് വട്ടൊന്നുമില്ല എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് തെറ്റിദ്ധാരണകളാണ് നമ്മൾ ഈ വീഡിയോയിൽ എക്സ്പോസ് ചെയ്യാൻ പോകുന്നത്. ഹായ്, ഞാൻ ആരതി. ഓവർ 5 years ഓഫ് എക്സ്പീരിയൻസ് ഉണ്ട് കൗൺസിലിങ്ങിന്. ആൻഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആൾക്കാർ സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത്. ഒരുപാട് ഫിലിംസും സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ മാനസികമായി നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ച് കാണിക്കുമ്പോൾ പണ്ടത്തെ സിനിമകളിലൊക്കെ അത് ഭയങ്കര വയലൻ്റ് ഒക്കെ ആയിട്ടാണ്, ഭയങ്കര ഒരു ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്തൊരു രീതിയിലാണ് അവരത് കാണിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ മനസ്സിലുണ്ടായിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഒരുപാട് സൈക്കോളജിസ്റ്റുകളും മറ്റ് മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഇതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കുറച്ച് കൊണ്ടുവരാണ്, അവയർനെസ് കൂട്ടുകയാണ്. അതുതന്നെയാണ് എൻ്റെയും എയിം. ഇപ്പോൾ പല സെലിബ്രിറ്റീസും, ഇപ്പോൾ ബോളിവുഡിലെ ദീപിക പദുക്കോൺ അവരുടെ ഡിപ്രഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ വേറെയും സെലിബ്രിറ്റീസ് എല്ലാം അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഇതുപോലത്തെ പ്രോബ്ലംസിനെ കുറിച്ച് അവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ വി ഹാവ് ടു ബി ഓപ്പൺ. നമ്മളെപ്പോഴും നമ്മുടെ പ്രോബ്ലംസിനെ കുറിച്ച് ഓപ്പൺ ആയിരിക്കുക, അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമായി ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലുമായിട്ട് ഷെയർ ചെയ്താലേ അത് കുറയത്തുള്ളൂ, അല്ലെങ്കിൽ ഇറ്റ് വിൽ കീപ്പ് ഇൻക്രീസിങ്. ആദ്യത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കൗൺസിലിംഗ് ഭ്രാന്തന്മാർക്കുള്ളതാണ്, അല്ലെങ്കിൽ ഭയങ്കര സിവിയർ ആയിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കാണ്. അങ്ങനെയല്ല, കൗൺസിലിംഗ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. റിലേഷൻഷിപ്പ് പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, ഡെയിലി സ്ട്രെസ്സ്, അങ്ങനെ എല്ലാ പ്രോബ്ലംസിനും, മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലംസിനും നമുക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ എങ്ങനെയാണ് ബോഡി ശരിയാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ബോഡി ഒരു പ്രോപ്പർ ഫിറ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നത്, അതേപോലെ തന്നെയാണ് മനസ്സിന് കൗൺസിലിംഗ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമുള്ള കാര്യമാണ്. രണ്ടാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റിന് മനസ്സ് വായിക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് മനസ്സ് വായിക്കാൻ പറ്റില്ല. നമ്മൾ മജീഷ്യൻസോ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നവരോ ഒന്നുമല്ല. സൈക്കോളജിസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സയൻറ്റിഫിക് ടൂൾസ് ഉണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ, ഹ്യൂമൻ ബിഹേവിയർ അനലൈസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ മനുഷ്യ മനസ്സ് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, ചിന്ത, നമ്മളെ നെഗറ്റീവ് പാറ്റേൺസ് ഉണ്ടോ, ചിന്തിക്കുന്ന രീതി, പൊതുവേ ഡെയിലി എങ്ങനെയാണ് നമ്മുടെ തോട്ട് പാറ്റേൺസ്, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനിൽ, നമ്മുടെ ഇമോഷൻസ് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ സയൻറ്റിഫിക് ടൂൾസ് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതാണ് സൈക്കോളജിസ്റ്റ് മെയിനായിട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ തെറ്റിദ്ധാരണ, കൗൺസിലറിനോട് സംസാരിക്കുന്നതും ഫ്രണ്ടിനോട് സംസാരിക്കുന്നതും ഒരുപോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഫ്രണ്ടിനോട് സംസാരിച്ചാൽ മതിയല്ലോ, എന്തിനാ കൗൺസിലിങ്ങിന് പോകുന്നത്? നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് വേണ്ടി നല്ലതായിരിക്കും ചിന്തിക്കുന്നത്, പക്ഷേ അവരെപ്പോഴും അവരുടെ എക്സ്പീരിയൻസസ്, അവരുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്, അവരെങ്ങനെയാണ് ഓരോ പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഇതെല്ലാം ബേസ് ചെയ്തിട്ടായിരിക്കും അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നത്. ബട്ട് സൈക്കോളജിസ്റ്റ് ഒരിക്കലും അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് വെച്ചിട്ടായിരിക്കില്ല, ബട്ട് സയൻറ്റിഫിക്കലി നമ്മൾ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്. നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് ടൂൾസ് ഉണ്ട്, അസസ്മെൻറ്റ്സ് ഉണ്ട് അത് ചെയ്യാനായി. നിങ്ങളിനി എന്ത് തരം സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും അതിനെ വിലയിരുത്താതെ, ജഡ്ജ് ചെയ്യാതെ, പോസിറ്റീവായിട്ട് അൺകണ്ടീഷണൽ പോസിറ്റീവ് സപ്പോർട്ട്, അതായത് ഫുള്ളി പോസിറ്റീവ് സപ്പോർട്ട് തന്നിട്ടായിരിക്കും നമ്മളതിനെ അനലൈസ് ചെയ്യുന്നത്, നിങ്ങളെ കൗൺസിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം വേറൊരാളോട് പോയി പറഞ്ഞാൽ പിന്നെ അതൊരു വലിയ ഇഷ്യൂ ആയി. സോ നിങ്ങൾക്ക് അവിടെ കിട്ടേണ്ട സപ്പോർട്ട് പോലും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. അടുത്ത തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് കൗൺസിലിംഗ് തുടങ്ങിയാൽ പിന്നെ നിർത്താനേ പറ്റത്തില്ല, ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന്. അങ്ങനെയല്ല. ചിലർക്ക് കുറച്ച് സെഷൻസ് മതിയാവും, മേ ബി 3-4 സെഷൻസ് മതിയാവും. ചിലർക്ക് അതിൽ കൂടുതൽ വേണ്ടി വരും, ചിലർക്ക് കുറച്ച് മാസങ്ങളെടുക്കും. അത് ഓരോരുത്തരുടെയും പ്രോബ്ലംസ് അനുസരിച്ചിരിക്കും. എത്ര ഡീപ്പ് റൂട്ടഡ് ആണ് നിങ്ങളുടെ പ്രോബ്ലംസ്, എത്ര റിജിഡ് ആണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങൾ ഓപ്പൺ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഫീലിങ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, വർഷങ്ങളായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ഒക്കെ ഇങ്ങനെ മനസ്സിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ ഓരോരുത്തർക്കും നമ്മളെ സെഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇത് ലൈഫ് ലോങ് പ്രോസസ്സ് അല്ല. ഇറ്റ് റിയലി ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും കണ്ടിന്യൂ ചെയ്യാം. കൗൺസിലിങ്ങിൻ്റെ എയിം എപ്പോഴും നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതാണ്. അതായത്
നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രോബ്ലംസിനെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യുക. ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കൗൺസിലിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. പിന്നെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മറ്റാൾക്കാരെ പോലെ തന്നെ സൈക്കോളജിസ്റ്റും നിങ്ങളെ വിലയിരുത്തും എന്നുള്ളതാണ്. നിങ്ങളെ ജഡ്ജ് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസസ് പറയുമ്പോൾ അതിനെ കളിയാക്കുമോ അല്ലെങ്കിൽ മറ്റാൾക്കാരുമായിട്ട് ഷെയർ ചെയ്യുമോ, അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മൾ ട്രെയിൻഡാണ്. നമ്മൾ ഒരുപാട് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് കൗൺസിലിംഗ് തുടങ്ങുന്നത്. നമ്മൾ ഒരുപാട് ക്ലയൻസിനെ, അത് പല പല സിറ്റുവേഷൻസിലുള്ള ക്ലയൻസിനെ ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്നത്. അതിപ്പോൾ ക്രിമിനൽസ് ആകാം, അല്ലെങ്കിൽ അബ്യൂസേഴ്സ് ആകാം, അല്ലെങ്കിൽ അബ്യൂസായിട്ടുള്ള വിക്ടിം ആയിരിക്കാം. അപ്പോൾ അത്രയും സോ കോൾഡ് നെഗറ്റീവ് സിറ്റുവേഷൻസിലൂടെ പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ കൗൺസിൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ആയിരിക്കും മിക്കവരും. നല്ലൊരു സൈക്കോളജിസ്റ്റിനെ ചൂസ് ചെയ്യുക കൗൺസിലിങ്ങിന് പോകുമ്പോൾ. വേറൊരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മെൻ്റൽ പ്രോബ്ലംസ് ഉള്ളവർ വയലൻ്റ് ആണ്, അവർ മറ്റുള്ളവരെ ഉപദ്രവിക്കും എന്നുള്ളത്. ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം മിക്കവാറും പ്രോബ്ലംസ് ഉള്ളവരാണ് വിക്ടിംസ് ആയിരിക്കുന്നത്. അതായത് നമ്മളെ പോലത്തെ സോ കോൾഡ് നോർമൽ ആൾക്കാരാണ് ഇവരെ ദ്രോഹിക്കുന്നതും ഇവരോട് വയലൻസ് കാണിക്കുന്നതും. ഇവർ പൊതുവെ വയലൻ്റ് ആകാറില്ല. ഇവരെ പൊതുവെ സൊസൈറ്റി എപ്പോഴും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ സിറ്റുവേഷൻസിൽ നിന്നും ഒഴിവാക്കി നിർത്തുന്ന ഒരു കാറ്റഗറിയാണ് മാനസിക രോഗമുള്ളവർ. വേറൊരു മിത്ത് എന്ന് പറയുന്നത് ഇവർ പൊതുവെ സ്ട്രോങ് അല്ല, ഇവരുടെ ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് ഇവർക്ക് ഫേസ് ചെയ്യാനുള്ള ശക്തി, മനക്കട്ടിയില്ല, അതുകൊണ്ടാണ് ഇവർക്ക് കൗൺസിലിങ്ങിന് പോകേണ്ടി വരുന്നത്. നമ്മുടെ ജെനറ്റിക്സ്, കുട്ടിയായിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ്, നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, നമുക്ക് ഉണ്ടാവുന്ന ബാക്കി മെഡിക്കൽ കണ്ടീഷൻ, നമ്മുടെ വ്യക്തിത്വം, ഒരു ട്രോമ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ഒരു കാരണമാണ് നമുക്കൊരു മാനസിക പ്രശ്നം ഉണ്ടാകാൻ. ഇവരിൽ പലരും ലൈഫിൽ എന്ത് തരം പ്രോബ്ലംസ് വന്നാലും അത് സ്ട്രോങ് ആയി ഫേസ് ചെയ്യുന്നത് തന്നെയാണ്. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്, അത് കൗൺസിലിങ്ങിൽ പോയാൽ മാറുമായിരിക്കും എന്നുള്ള ഒരു ചിന്ത വരുന്നത് തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആളിനെ വരും. അതല്ലാതെ ഞാനെല്ലാം സഹിച്ചോളാം, എൻ്റെ ലൈഫ് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, ഇതെല്ലാം വിധിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെക്കാളും ഞാൻ കൗൺസിലിങ്ങിന് പോയാൽ ഒരു ഹെൽപ്പ് കിട്ടും എന്ന് പറയുന്ന ആൾക്കാർ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്, ലൈഫിനെ കുറച്ചുകൂടി പോസിറ്റീവായി കാണുന്നവർ തന്നെയാണ്. പിന്നെ ഒരു മിത്ത് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ എങ്ങനെയാണോ മാറുന്നത്, മരുന്ന് കഴിച്ചാൽ മാറും, അതുപോലെ തന്നെയാണ് മെൻ്റലി നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസും എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. നമുക്കൊരു മാനസികമായ ഒരു പ്രശ്നം വരുമ്പോൾ അതിന് ഒരുപാട് ഫാക്ടേഴ്സാണ് അവിടെ റോളുള്ളത്. ഒന്ന് നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്സ് ആകാം, നമ്മൾ എന്ത് തരം എൻവയൺമെൻറ്റിലാണ് ജീവിക്കുന്നത്, നമ്മുടെ സറൗണ്ടിങ്സ് എങ്ങനെയാണ്, അതൊക്കെ ഒരു ഫാക്ടറാണ്. നമ്മുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്, നമുക്ക് ഡെയിലി വരുന്ന ചാലഞ്ചസ്, സ്ട്രെസ്സ്, ഇതൊക്കെ എന്താണ്, ഇതെല്ലാം നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു അസുഖത്തിനെ കുറിച്ച് ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ടു, ഒരു മരുന്ന് തന്നു, നമ്മളത് കഴിച്ചു, 2-3 ദിവസത്തിനുള്ളിൽ മാറി, അങ്ങനെ മാറില്ല. സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസ്, അതിന് നമ്മുടെ സറൗണ്ടിങ്സ് മാറണം, നമ്മുടെ റിലേഷൻഷിപ്സ് ബെറ്റർ ആകണം. എന്താണോ ആ കോസ്, എന്താണോ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, അത് മാറിയാലേ നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസും കുറയത്തുള്ളൂ. അടുത്ത തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ, അതായത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചാൽ അതങ്ങ് പോവും എന്നുള്ളത്, അല്ലെങ്കിൽ മറന്നു കളയുക. ചിലർ പറയും അതങ്ങ് നീ വിട്ടേക്ക്, മറന്നു കളയുക, 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് മാറും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വക കാര്യങ്ങൾ ചെയ്താൽ, അതായത് നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്താൽ അത് പോകത്തില്ല. എന്തുകൊണ്ടാണ് അത് വരുന്നതെന്ന് നമ്മൾ തന്നെ അനലൈസ് ചെയ്യണം. അതൊരു പാറ്റേൺ ആയിരിക്കും, നമ്മുടെ ലൈഫിൽ നമ്മൾ തന്നെ അറിയാതെ ഉണ്ടായ ഒരു പാറ്റേൺ ആണ്. അത് റെക്കഗ്നൈസ് ചെയ്യുക, അത് ഐഡൻറ്റിഫൈ ചെയ്ത് ആ പാറ്റേൺ മാറ്റിയാലേ നമുക്ക് വീണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് കുട്ടികൾക്ക് മെൻ്റലി പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് ശരിയല്ല. കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങൾ കാരണം അവർക്ക് പഠിത്തത്തിൽ കോൺസെൻട്രേഷൻ കിട്ടാറില്ല, ഫോക്കസ് കിട്ടാറില്ല, ഭയങ്കര ഇമ്പൾസിവിറ്റി കൂടുതലായിരിക്കും. അതായത് എപ്പോഴും അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നടക്കുന്ന ഒരു സ്വഭാവമായിരിക്കും. അറ്റൻഷൻ കിട്ടില്ല,
സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരിടത്ത് ഇരുന്ന് പഠിപ്പിക്കുന്ന എന്താണെന്ന് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രോബ്ലംസാണ്. പിന്നെ ചില കുട്ടികളിൽ ഇപ്പോൾ അവർ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് അവർ പെട്ടെന്ന് ഒന്നിലും ഭയങ്കര പൊതുവേ ഉള്ള റുട്ടീനിൽ നിന്ന്, പൊതുവേ ഉള്ള സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ കാണും. അതും സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ്. കുട്ടികളിൽ കണ്ടുവരുന്ന മെയിനായിട്ടുള്ള പ്രോബ്ലംസാണ് ADHD, ഓട്ടിസം പോലത്തെ. അത് ബ്രെയിനിനെ ബാധിക്കുന്ന ഫ്രം ബർത്ത് ആയിട്ടുള്ള പ്രോബ്ലംസ് തന്നെയാണ് ഓട്ടിസം പോലത്തെ അസുഖങ്ങൾ. അപ്പോൾ മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും ഒരുപാട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. മാനസിക പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ് കാണും, അതൊരിക്കലും മാറില്ല എന്ന് പറയുന്നത് ഒരു മിത്താണ്. അത് നമ്മുടെ സിവിയറിറ്റി അനുസരിച്ചിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ ഓൾവേസ് അത് ബെറ്ററാണ്. അത് നമ്മൾ മനസ്സിൽ സപ്രസ് ചെയ്തത് ആരോടും പറയാതെ അത് ഒരുപാട് വർഷം ഇങ്ങനെ കൊണ്ട് നടക്കുമ്പോഴാണ് പിന്നെ അതൊരു സിവിയറിറ്റിയിലേക്ക് പോകുന്നത്. അത് പിന്നെ വഷളായി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഒരു ഫുൾ ബ്ലോൺ ഡിസോർഡർ ആവും ആ സമയത്ത്. അപ്പോൾ പിന്നെ നമുക്ക് ചിലപ്പോൾ മെഡിസിൻസ് വേണ്ടി വരും, അത് നമ്മുടെ ലൈഫിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ഓൾവേസ് ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും നല്ലൊരു കൗൺസിലറിനെയോ സൈക്കോളജിസ്റ്റിനെയോ പോയി കാണുന്നതായിരിക്കും ബെറ്റർ. നിങ്ങൾക്ക് എന്താണ് ഇതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകളെന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് അയക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിങ്ങിന് താല്പര്യമുള്ളവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്.